മലയാളികളായിട്ടുള്ള പല ആൾക്കാർക്കും പലപ്പോഴും വേദികൾ കിട്ടാറില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് പറയാൻ പാടില്ല, കാരണം നമുക്ക് ഇഷ്ടംപോലെ വേദികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊരു മൊബൈൽ എടുത്ത് വെച്ചാലും നമ്മുടെ വേദി തന്നെയാണത്. 10 പേര് കണ്ട് ലൈക്ക് ഇട്ടാലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കുന്ന ആളാണ്. ഇതിലൊരു പ്രശ്നം നോ പറയാൻ പറ്റില്ലേ, ഫോൺ എടുക്കാറുന്ന പോരെ, അതിൽ നിന്ന് ഒഴിവായി നടക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പൊ ലാലേട്ടനെ കാണുമ്പോൾ അല്ലെ മമ്മൂക്കയെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേര് വിളിച്ചാൽ നമുക്ക് സന്തോഷമാണ്. ഷാറുഖ് ഖാൻ പേര് വിളിക്കുമ്പോഴാണ് നമ്മൾ നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 7ാം ക്ലാസ്സുകാരന് മോഹൻലാലിന്റെ ഷേക്കാരി കിട്ടുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കുളിക്കുമല്ലോ, കൈ കഴുകാതെ കൊണ്ടിടക്കുമല്ലോ. ബീച്ചിലെ ഓടക്കുഴലിൽ വിറ്റ് നിൽക്കുന്ന കുഞ്ഞമ്മു ചേട്ടനെ നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റണം. രസമായിട്ട് പുല്ലാങ്കുഴലിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും പുള്ളി അവിടെ നിന്ന് പുല്ലാങ്കുഴലിൽ വിൽക്കണ ആളായതുകൊണ്ട് പുള്ളിയെ ഒരിക്കലും കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തില്ല. സാലറി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് അപ്രീസിയേഷൻ കിട്ടുക, ബോസസിന്റെ നമുക്ക് അപ്രീസിയേഷൻ. പക്ഷെ വന്ന് വർക്ക് ചെയ്യണ ഓഫീസ് ആംബിയൻസും ആ ടീമും ഭയങ്കര കിടലാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേ വർക്ക് കൊണ്ടുപോകാൻ പറ്റും. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് മിഥുൻ ചേട്ടനാണ്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണം എന്ന് ചോദിച്ചൊരു കാര്യം, ചേട്ടൻ എപ്പോഴും ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് എപ്പം ചേട്ടൻ ഉണ്ടാവാം. നമുക്ക് എപ്പോഴും ഇപ്പം നമുക്ക് ചിരിച്ച ഒരാളെ കാണുമ്പം അയാളോട് പെട്ടെന്ന് ഒരു അടുപ്പ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മളോട് അടുത്തുള്ള ഒരാളെ പോലെ ചേട്ടൻ എപ്പോഴും നമുക്ക് ഇപ്പം ടി വിയിൽ കാണുമ്പോഴൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു സാധനം മെയിൻറ്റെയിൻ, എപ്പോഴും ചിരിച്ച് ഒരു എനർജി എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി കിടക്കും. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ല. അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ എഫക്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും എങ്ങനെയും ഇത് ചെയ്തപോലെ പറയില്ല. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം നോ പറയാൻ പറ്റില്ലേ, ഫോൺ എടുക്കാറുന്ന പോരെ, അതിൽ നിന്ന് ഒഴിവായി നടക്കുക എന്നുള്ളതാണ് ചേട്ടന്റെ ചിരിയാണ് ഹൈലൈറ്റ്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റട്ടെ, അങ്ങനെ നിക്കട്ടെ. അതാണ് ചേട്ടന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? അപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഫാമിലിയാണ്, ഫ്രണ്ട്സ് ആണ്, എല്ലാം ഹാപ്പിനെസ് ആണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഇഷ്ടമുള്ള ആൾക്കാരോട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. നമുക്ക് ഈ പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് സമയം ഒഴിവാക്കി ഇത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഉള്ളത്രയും ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്. നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ചേട്ടൻ ഫാമിലിനെ പറ്റി പറഞ്ഞപ്പം, ചേട്ടന്റെ ഫാമിലി എന്ന് പറഞ്ഞപ്പോ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഓരോരോ കോണ്ടന്റ് ആയാലും പോലും നമുക്ക് നമ്മുടെ മുഖത്തൊരു ചിരി വരുത്തുന്ന പോലത്തെ ഒരു കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പൊ ചേട്ടൻ പല ഇന്റർവ്യൂസിലും ഒക്കെ പറയുന്നുണ്ട് വൈഫാണ് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പം അതില് ചേട്ടൻ എങ്ങനെയാണ് അതിലൊരു ഇത് ചെയ്യുന്നത്? അഭിനയിക്കാനുള്ള റോൾ ഉണ്ടെങ്കിൽ അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട്. ചേട്ടൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, കൂടുതലും ഈ സാധനങ്ങളെല്ലാം കൂടുതലും ലക്ഷ്മിയുടെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ഞാൻ വളരെ ചുരുക്കമേ അതിനകത്ത് ഇടപെടാറുള്ളൂ, കാരണം അത് അവളുടെ ഒരു മേഖലയാണ്. എന്റെ കോണ്ടന്റ് സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെങ്കിൽ എല്ലാ കണ്ടന്റും നമ്മള് കാണുന്ന പ്രേക്ഷകനെ ഒന്ന് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന അത്രയും ഒരു നമുക്കിപ്പോ ഉള്ളതല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പോലും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഴയ കോമഡി സീനുകൾ കണ്ടല്ലേ നമ്മൾ ചെയ്യാറ്. പിന്നെ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അത് ഒരാളിനെ പിടിച്ചിരുത്തുക, ആ ഒരു 3 മിനിറ്റ് ആയാൽ പോലും പിടിച്ചിരുത്തുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. കുറച്ച് സെക്കൻഡുകളേ ഉണ്ടാവുള്ളൂ, 2 മിനിറ്റ് 3 മിനിറ്റ് പോലും ഉണ്ടാവില്ല. അപ്പോ അതില് നമുക്ക് എങ്ങനെ ഒരാളെ ഹുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. പിന്നെ കോമഡി ഉത്സവം എന്ന് പറയണ അത് ചേട്ടൻ ഇപ്പം സിനിമ, സീരിയൽ, ആങ്കറിങ്, അതുപോലെ ഡബിങ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ. അപ്പൊ അത് കൂടെ ഒക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു ജനപ്രീതി നേടിയ ഒരു സാധനം ഇതാണ് കോമഡി ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് മുന്നിൽ എത്തിച്ച ഒരു ഷോ കൂടിയാണത്. അപ്പം കോമഡി ഉത്സവത്തിന്റെ ഒരു എനർജറ്റിക് പാട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടനെ പറയാം. അപ്പൊ അതിന്റെ ഒരു ഇത് എന്തായിരുന്നു? കോമഡി ഉത്സവത്തിന്റെ ഏറ്റവും വലിയൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വളരെ കൃത്യമായിട്ട് സംഗീത പറഞ്ഞത് തന്നെയാണ് എന്റെ കാര്യം. സംഗീത പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കേരളത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അതും പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടില് പലപ്പോഴും നമുക്കിപ്പം ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ആർട്ടിസ്റ്റ് കമ്മിങ് ഫ്രം എവ്രിവെയർ, നമുക്ക് മലയാളികളായിട്ടുള്ള പല ആൾക്കാർക്കും പലപ്പോഴും വേദികൾ കിട്ടാറില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് പറയാൻ പാടില്ല, കാരണം നമുക്ക് ഇഷ്ടംപോലെ വേദികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊരു മൊബൈൽ എടുത്ത് വെച്ചാലും നമ്മുടെ വേദി തന്നെയാണത്. 10 പേര് കണ്ട് ലൈക്ക് ഇട്ടാലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കുന്ന ആളാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അന്ന് വേദികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു ഞാൻ എപ്പോഴും പണ്ട് നമ്മൾ ടെലിവിഷനിൽ ആദ്യം പ്രസന്റ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും പ്രസന്റബിലിറ്റി എന്നൊക്കെ പറയും. അതായത് നിങ്ങൾ അവിടെ കൊണ്ടിരുത്തിയാൽ ഇതാവണം, അതിനൊരു ലുക്ക് ഉണ്ടാവണം, മറ്റേ അത്
ഡ്രസ്ഡ് ആയിരിക്കണം പ്രോപ്പർലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് തിങ്. അതായത് സാധാരണക്കാരന് അപ്രാപ്യമായിട്ടുള്ളതൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ബീച്ചിൽ ഓടക്കുഴലിൽ വിറ്റ് നിൽക്കുന്ന കുഞ്ഞമ്മു ചേട്ടനെ നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റണം. പുള്ളി അസായിട്ട് പുല്ലാങ്കുഴലിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും പുള്ളി അവിടെ നിന്ന് പുല്ലാങ്കുഴലിൽ വിൽക്കണ ആളായതുകൊണ്ട് പുള്ളി ഒരിക്കലും കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തില്ല. പക്ഷെ എന്തൊരു അസാധ്യ ടാലന്റാ പുള്ളി. നമ്മൾ ട്രെയിനിൽ പാടിക്കൊണ്ട് കിടക്കുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അതിന്റെ വേറൊരു കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയും ആ രീതിയിൽ വളരെ കൃത്യമായി പോപ്പുലർ ആയ ഒരു കാലഘട്ടത്തിലും കൂടിയാണ് കോമഡി ഉത്സവം വന്നതെന്നുള്ളതും അതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റുകളെ എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എലമെന്റ്. നമുക്ക് അങ്ങനെ ഒരേ ആൾക്കാർക്ക് ഇപ്പൊ അവരുടെ ജീവിതമാർഗം കലയായി. പിന്നെ അതിൽ വന്നിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്കും അങ്ങനെ ഒരുപാട് ഇതിലേക്ക് പോയിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ ഷോയിന്റെ ഒരു ദൈവാനുഗ്രഹമാണ്. ആ ഷോയിനെ കൺസീവ് ചെയ്തതും ഷോയിനെ ഇപ്പൊ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗുണവും കൂടിയാണ്. അപ്പൊ ഷോ കൺസീവ് ചെയ്തതും മിഥിലാജാണ് തുടങ്ങിയിട്ടത്. ഇപ്പൊ ഷോയില് കൂടെ ഉണ്ടായിരുന്ന സതീഷും ഷിബു കുഞ്ചറയുണ്ട്. ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അർജുനുണ്ട്. എല്ലാവർക്കും ഉള്ള വിഷൻ ഒന്ന് തന്നെയാണ്. അതായത് സാധാരണക്കാരന് വേദി കിട്ടണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ വിഷൻ. എനിക്ക് തോന്നുന്നു ആ വിഷൻ ഉള്ളത് കൊണ്ടാണ് ആ പരിപാടിയുടെ വിജയം എന്നും എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചേട്ടൻ പല സ്ഥലത്തും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. റെസ്പോൺസ് നമ്മുടെ ഈ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തി അതിനിടയിൽ ഒരു കമന്റോ ഒരു ലൈക്കോ വരുമ്പോഴേ നമുക്ക് അതിന്റെ റെസ്പോൺസ് അറിയുള്ളൂ. പക്ഷെ മറ്റതെന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അല്ലെങ്കിൽ കയറി വരുമ്പോൾ ഒരു കൈയടി ഉണ്ടെങ്കിൽ നമുക്കറിയാലോ. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ലേ. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ബോറടിക്കേണ്ട കൂവല് വരും എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അപ്പൊ ഞാൻ പറയാം എനിക്ക് തോന്നുന്നില്ല വേറൊരു മേഖലയ്ക്കും അത്രയും ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടുന്നുള്ളത്. സ്റ്റേജ് ഇസ് ദ ബെസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ട് ചേട്ടന് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടംപോലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ബ്ലസ്ഡ് ആണ് ഞാൻ സ്റ്റേജിന്റെ കാര്യത്തിൽ. ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റിയ. ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് തുടക്കത്തിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് നമുക്കിപ്പോ ലാലേട്ടനെ കാണുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കയെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേര് വിളിച്ചാൽ നമുക്ക് സന്തോഷമാണ്. ഷാറുഖ് ഖാൻ പേര് വിളിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞു നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും അക്നോളജ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് ചിലപ്പം നമ്പർ എടുത്തൊക്കെ വിളിച്ചിട്ടൊക്കെ പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. നീ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളിപ്പോ സെലിബ്രിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും പലപ്പോഴും പല ആൾക്കാരും ഷോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഈ ആങ്കറിംഗ് എന്ന് പറയുന്ന ജോലിയുടെ ഞാൻ പലപ്പോഴും കാണുന്നത് വെച്ചാൽ നമ്മൾ ഫേഡിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം ഒരു നല്ല സിംഗർ ഉള്ളപ്പോ ഈ ആങ്കറിന് ഭയങ്കരമായിട്ട് വലിയ ജോലിയൊന്നുമില്ല. ആ സിംഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമുക്കിപ്പോ നമ്മുടെ കൂടെയുള്ള സിംഗറിന്റെ പാട്ട് ഇപ്പൊ കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഓഡിയൻസിനെ എടുക്കാൻ പറ്റും. ഇതാണല്ലോ നമുക്ക് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഒരു രണ്ട് എന്നുവെച്ചാൽ ഈ സ്പീക്കേഴ്സ് ഇങ്ങനെ ഇരിക്കാണല്ലോ. അപ്പൊ സ്പീക്കറിന്റെ ബാക്കിൽ ഒരു ഇത്രയും ക്രൗഡ് ഉണ്ട്, അവർ കേൾക്കാൻ പറ്റില്ല ഷോ. അതായത് ഇപ്പൊ നമ്മൾ എത്ര നല്ല ഷോ നടത്തിയാലും ഈ ഇരിക്കുന്ന ആൾക്കാരിൽ ഇത്രയും ഭാഗത്തുള്ള രണ്ട് സൈഡിലുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു വേറൊരു സ്റ്റൈൽ ഓഫ് തിയേറ്റർ ആയതുകൊണ്ട് അതൊരു സ്പോർട്സ് അറീനയാണ്. അപ്പൊ അവിടെ ഇതിന്റെ ഒരു സ്പീക്കറിന്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ആ ഷോ ഒരു കൈവയ്ക്കലോ അടിയോ കിട്ടാതെ തീർക്കാന്ന് പറയുന്നതാണ് അതിന്റെ രസം. അതെപ്പോഴും നമുക്ക് എപ്പോഴും മിക്കവാറും ഈ പറഞ്ഞ പോലെയാണ് അവര് നമ്മളെ ആയിരിക്കും ഏൽപ്പിക്കുക, നിങ്ങളത് കൊണ്ടുപോകണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഷോ ഒക്കെ ചലഞ്ചിങ് ആയിട്ട് കൊണ്ടുപോയിട്ട് എന്നുള്ളതൊക്കെയാണ് വലിയ കാര്യം. പിന്നെ ഇപ്പൊ ചേട്ടൻ ആദ്യം ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിങ് അതുപോലെ ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് വന്നത്. എല്ലാം അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മീഡിയ എന്ന് പറയുന്നതൊക്കെ നമുക്ക് വളരെ പിന്നീടുണ്ടായ ഒരു റെവലേഷൻ അല്ലേ. കുട്ടിക്കാലത്ത് നമ്മുടെ താരത്ത് ചോദിച്ചാലും സിനിമ എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടെങ്കിൽ നടനാവണം എന്നുള്ളതല്ലേ പറയാറുള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ടല്ലേ അതിൽ ഇത്രയും മേഖലകൾ ഉണ്ട് എന്നുള്ളതും അതിനകത്ത് മറ്റു മേഖലകൾ പലതും ഭയങ്കര രസമാണെന്നുള്ളതും ഒക്കെ നമ്മൾ അറിയുന്നത് പിന്നീടാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇന്റർവ്യൂയിങ് എന്ന് പറയുന്ന ഒരു കലയാണ്. അപ്പൊ അതിനകത്ത് അത് നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പം ഒരു സമയത്തൊന്നും സംഗീതം വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ഇന്റർവ്യൂവർ ആവണമെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു മൊമെന്റ് വരും, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമാണ് ബാക്കി എല്ലാ മീഡിയയും. അതിലേക്ക് ആ ലക്ഷ്യത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മീഡിയ ട്രൈ ചെയ്യും. പക്ഷെ ഇതിനിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. അഭിനയിക്കാൻ വന്നിട്ട് ഇന്ന് സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടുള്ള എത്ര പേരില്ല, അഭിനയിക്കാൻ വന്നിട്ട് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എത്ര പേരില്ല. അപ്പൊ ഞാൻ അഭിനയിക്കാൻ വന്ന ആൾക്കാരില്ല. അപ്പൊ അവർക്കൊക്കെ
ഇതുണ്ടാവും ഡെഫിനറ്റ്ലി. അതാണ് അതിന്റെ രീതി. പിന്നെ ഇപ്പൊ ചേട്ടൻ ഒരു മോഹൻലാൽ ഫാൻ ആയിരുന്നു എന്ന് എപ്പോഴും കേട്ടു. ഇപ്പൊ മോഹൻലാലിനോട് ആയിരുന്നല്ല. അല്ല ആണ് അപ്പൊ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു മൊമെന്റ് ആദ്യം കണ്ട മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴും അഭിനയിക്കുന്ന സമയത്തല്ല, ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇന്റർവ്യൂ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തച്ചുളി വർഗീസ് ശേഖർ എന്ന് പറഞ്ഞ പടം കണ്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ട്രിവാൻഡ്രം ക്ലബ് എന്ന് പറഞ്ഞ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലത്ത് പുള്ളി ഒരു ഷോ ചെയ്യാൻ വന്നിട്ട്, അപ്പൊ മീശയൊക്കെ പിരിച്ചു വെച്ച് ടീഷർട്ടൊക്കെ ഇട്ട്, TK രാജീവ്കുമാറാണ് ആ പടം ഉണ്ടായിരുന്നത്. അവർ ആ രൂപത്തിലാണ് വന്നേക്കണേ. അപ്പൊ പുള്ളി ഇങ്ങനെ ഷോ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അച്ഛൻ പോലീസിലാണ്. അപ്പം അച്ഛൻ നമ്മളെ കൊണ്ട് വാ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ട് ലാൽ ഇതെന്റെ മകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ടൈം ഷേക്ക് ഹാൻഡ് തരികയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 7ാം ക്ലാസ്സുകാരന് മോഹൻലാലിന്റെ ഷേക്ക് ഹാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കുളിക്കുമല്ലോ, കിടക്കുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അന്ന് തൊട്ടുള്ള ഒരു ആരാധനയുണ്ട്. ലൈഫ് ഇസ് ബ്യൂട്ടിഫുളിന്റെ സമയത്തും പുള്ളിയെ കണ്ട്, റൺബീബിറാണ്. പിന്നീട് കുറേയേറെ വേദികളിൽ അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രൊമോഷൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ചേട്ടനോട് കുറച്ച് ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സാധനം പറയാം. അപ്പൊ ചേട്ടൻ അതിനുള്ള ഒരു മെമ്മറി ജസ്റ്റ് പറഞ്ഞാൽ മതി. ഒന്നില്ലേ ഫണ്ണി എന്തെങ്കിലും മെമ്മറി, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ഓർമ്മ പങ്കുവെച്ചാൽ മതി. ഇപ്പം ദുബായ് FM എന്ന് പറയുമ്പോ ചേട്ടന് ഇപ്പൊ 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതിന്റെ ഒരു ഇതെന്താണ്? ടീമാണ്, അതൊരു ടീം വർക്കാണ്. ഇപ്പൊ ഏതാണ്ട് നമ്മൾ Day 1 തൊട്ട് ഉണ്ടായിരുന്നിട്ടുള്ള നൈല, ജോൺ, അർഫാസ്, മായ, ഷാബു, ഫസ്ലു, നിമ്മി, എല്ലാവരും ഒരേപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് വേണം പറയാനായിട്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തന്നെ പോവാണ്. പിന്നീട് വന്നിട്ടുള്ള നിമ്മിയും ഡോളയും പോലും ആ ഒരു ടീമിന്റെ ഭാഗമാണ്. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ടീം വർക്ക് എന്ന് പറയുന്നതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അതൊരു ഫാമിലി പോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂളലിൽ വരെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണല്ലോ സാധനം. അതാണ് അതിന്റെ ഒരു ഗുണം. ഇപ്പൊ അധികം ആള് ഇപ്പൊ നമ്മളൊരു ജോലി കയറിയാൽ നമുക്ക് പെട്ടെന്ന് മടുക്കുന്നു, അല്ലെങ്കിൽ വേറെ റീസൺ അതാണ്. നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ള ആൾക്കാര് നമ്മളെ, ഞാൻ പറഞ്ഞത് ഈ പറയുന്നത് നമുക്ക് സാലറി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുക ബോസസിന്റെ നമുക്ക് അപ്രീസിയേഷൻ. പക്ഷെ വന്ന് വർക്ക് ചെയ്യണ ഓഫീസ് ആംബിയൻസും ആ ടീമും ഭയങ്കര കിടലമാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേ വർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അടുത്തത് വെട്ടം. വെട്ടം ഫെലിക്സ്. വെട്ടം ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷെ ലൈഫിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് കിട്ടിയിട്ടുള്ള, നമ്മൾ ഏറ്റവും ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരുപാട് നടന്മാരുടെയും നടിമാരുടെയും കൂടെ ഒരുമിച്ച് ഊട്ടിയിലുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന പ്രിയദർശനെ പോലുള്ള ഒരു സംവിധായകനോടൊപ്പം, ദിലീപ് ഏട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. നമുക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ടുള്ള കാര്യം. പിന്നെ ലൈഫിലെ ഇതാണ് വെട്ടത്തിന്റെ കാര്യം ഞാൻ പലരും പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെച്ചിരുന്ന റോളായിരുന്നില്ല അത്. 2 പേര് വന്ന് എന്നിട്ട് മാറി വിളിച്ച് കിട്ടിയ റോളാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ വന്നിട്ടുള്ള സിനിമയിൽ കൂടുതൽ സിനിമയിൽ കാണുന്ന ഒരു സിനിമ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. ഇനി മെഹും മൂസ. മെഹും മൂസ സുരേഷ് ചേട്ടനുമായിട്ട് ഒരു ഫുൾ ലെങ്ത് റോള് കൂടെ അഭിനയിക്കാൻ പറ്റി. അതുമാതിരത്തെ ക്യാരക്ടർ നല്ലൊരു രസമുള്ള ഒരു ക്യാരക്ടർ. ഒരു വൃത്തികെട്ടവനായിരുന്നു. ജിബു ചേട്ടനുമായിട്ടുള്ള വർക്ക് അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ജിബു ചേട്ടനെ നമ്മളിപ്പോ വെള്ളിമൂങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഒന്ന് ഡോക്ടർ റോയു ആണ്, മറ്റൊന്ന് തോമസ് തിരുവല്ലയാണ്. അപ്പൊ 2 ദുബായിലാണല്ലോ. അപ്പം 2 പേരുമായിട്ടും ഭയങ്കര അടുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റേ വീട്ടിലുള്ള പടം പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് നിൽക്കാൻ പറ്റി. ജിബു ചേട്ടനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നിൽക്കവേ നമുക്ക് മാക്സിമം ഇതെന്താ ചെയ്യുകയും ഇതെന്താ ചെയ്യാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്ന ഒരാളും കൂടിയാണ്. സിനിമ തന്നെയാണ് ഏറ്റവും വലിയ പാഷൻ. ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലിയും കൂടിയാണല്ലോ. ഏത് കാലഘട്ടത്തിലും അതിൽ തന്നെയാവണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. സിനിമ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരുപാട് കോർ ഓഫ് മെമ്മറീസ് കൊണ്ടുവരുന്നതാണ്. കാരണം വെച്ചാൽ ഹോസ്റ്റൽ ജീവിതം എന്റേത് എന്നെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. 2 പടം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമ്മളുമായിരിക്കും ഹോസ്റ്റൽ ജീവിതം അനുഭവിച്ചിട്ടുള്ളത്. കാരണം ശരിക്കും ഹോട്ടലിലാണ് താമസിക്കണമെങ്കിലും എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ സമപ്രായക്കാര് എല്ലാവരും ഒരു രീതിയിലും വീട്ടുകാരുടെ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരികിടയും കാണിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ജീവിതം ഭയങ്കര രസമുള്ള ഹോസ്റ്റൽ ലൈഫായിരുന്നു. അവിടെ അതേസമയം ആലോചിക്കണമെന്ന് വെച്ചാൽ ടോപ്പിൽ നിൽക്കുന്നതെല്ലാം മലയാളത്തിലെ സീനിയർ ആൾക്കാരുമാണ്. ലാലേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, അങ്ങനെ ഒരു ഭയങ്കര സീനിയർ ഫാസിൽ സാറാണ് ഡയറക്ഷൻ. അപ്പൊ അതിനിടയിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ മര്യാദക്കാരും വെളിയിൽ വളരെ നടന്ന സമയമായിരുന്നു. ഇപ്പൊ ഇന്നസെന്റ് ചേട്ടനെ കൊണ്ട് പറഞ്ഞോണ്ട് ഇപ്പൊ വെട്ടത്തിൽ അച്ഛനായിട്ടായിട്ട് അഭിനയിച്ച ആ ഒരു മെമ്മറി കുറെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ
അദ്ദേഹവുമായിട്ട് കുറേ സിനിമ നമ്മളില് നമ്മള് ഞാൻ അഭിനയിച്ചപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ചേട്ടന്റെ പുതിയ വിഷയമല്ല, പുതിയ പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ്? ഇപ്പൊ 2 പടമാണ് റിലീസ് ആവായിരിക്കും. ഒന്ന് ജമാലിന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടന്റെ ഹീറോ ആയിട്ടുള്ള പടം, വിക്കി തമ്പി എന്ന് പറയുന്ന സംവിധായകൻ, പഴയ നാടോടി മലനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സുരേഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പോൾ ആ സിനിമ ഇന്ദ്രൻ ചേട്ടനാണ് മെയിൻ ക്യാരക്ടർ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു ലൈഫ് ടൈം നല്ലൊരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കഥാപാത്രം. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ ഒരു വക്കീലാണ്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ കൂടുതൽ പറയാനില്ല, അത് ബാക്കി പടം കാണാം. അതാണ് ഒന്ന്. മറ്റത് VKP സാറിന്റെ പടമാണ്, പാലും പഴവും എന്നാണ് പടത്തിന്റെ പേര്. മീര ജാസ്മിൻ ആണ് ഹീറോയിൻ, അശ്വിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടമാണ്. അത് മീരയുടെ ബ്രദറായിട്ട് ഞാനാണ് ചെയ്തത്. എന്തായാലും സിനിമയൊക്കെ നന്നായിട്ട് വരട്ടെ. ചേട്ടൻ എപ്പോഴും ചിരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കണം. അപ്പൊ കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു ചേട്ടാ. താങ്ക് യു.